ഉള്ളിലിരിക്കുന്ന ആ സാധനമല്ലേ അത് വിടൂല. ഇപ്പൊ മനസ്സിലായി നമ്മളെ ഉള്ളായിട്ട് ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ആരാണ്? നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആക്ച്വലി കുറേ നാൾക്ക് ശേഷം നമ്മൾ വീണ്ടും ഒരു ചെറിയൊരു ചാലഞ്ച് ആയിട്ട് വന്നിരിക്കണം. ഓക്കെ, ആക്ച്വലി നമ്മൾ കുറേ പ്രാങ്കും ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഫുഡ് ബ്ലോഗ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ചാലഞ്ച് നമ്മൾ മുമ്പേ ചെയ്യുന്നുണ്ട്, കുറേ കാലം ശേഷം. ആക്ച്വലി കുറേ ആയി നമ്മൾ ചെയ്തിട്ട്, ആക്ച്വലി സമയം കിട്ടാത്തത് അതുകൊണ്ടാണ്. അപ്പോൾ വീണ്ടും നമ്മൾ പൂർവാധിക ശക്തിയോടെ എല്ലാം ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ യെസ്. അപ്പം സപ്പോർട്ട് ഓക്കെ, കമന്റ്സ് ഒക്കെ വരാറുണ്ട് നല്ലതൊക്കെ പറഞ്ഞിട്ട്. അപ്പം അതുപോലെ ഇനി അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം കാണാൻ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഓരോ വീഡിയോസ് കണ്ടിട്ട് എങ്ങനെയുണ്ട് എന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താ? ചുമ്മാ ഒരു ചാലഞ്ച്, അതായത് ഫുഡ് ഈറ്റിംഗ് ചാലഞ്ച് ആണ്. നമ്മൾ ആക്ച്വലി ഈ ഒരു സാധനം മുമ്പേ ചെയ്തിട്ടുണ്ട്, ബോട്ടിൽ ഫ്ലിപ്പ് ചാലഞ്ച് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് എന്തായിരുന്നു ഞാൻ പറയാൻ വരുമായിരുന്നു, പറഞ്ഞിട്ടുണ്ടായിട്ടില്ല. അതല്ല, ഫുഡ് ഈറ്റിംഗ് ചാലഞ്ച്. ഈറ്റിംഗ് ചാലഞ്ച് വെറുതെ ബാക്കി പറഞ്ഞില്ലല്ലോ. അതായത് വെറുതെ തിന്നാൻ പറ്റില്ല, നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ തിന്നാൻ. അതാണ് ബോട്ടിൽ ഫ്ലിപ്പ്. എന്നാ ഒരു രസം ഉണ്ടല്ലോ, ഉണ്ടാവില്ല കാണുന്നവർക്ക്. നമുക്ക് ചേട്ടൻ ആക്ച്വലി ഒരുപാട് പറയുന്നുണ്ടല്ലോ. ശരിയാണ്, ഞാൻ ചേട്ടൻ ചേച്ചിക്ക് ഒരു മാല വാങ്ങിച്ചു കൊടുക്ക്. ഞാൻ ശരിക്കും ആക്ച്വലി വേർഡ് കുറെ പ്രാവശ്യം അത് ഒരാൾക്കുള്ള ഒരു സംഭവമാണല്ലോ. പണ്ട് എനിക്ക് ലൈക്ക് എന്നായിരുന്നു. എന്ത് പറയുന്നു ഞാൻ ലൈക്ക് ഒരു സെന്റൻസ് പറയാനുള്ള 10 ലൈക്ക് ഉണ്ടോ, അതേപോലെ തന്നെ ശ്രുതി. ഇന്ന് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇന്നത്തെ ഗെയിം എന്തായിരുന്നു? ബോട്ടിൽ ഫ്ലിപ്പ് ചാലഞ്ച് വെച്ചിട്ട് ഫുഡ് ഡിന്നർ കഴിക്കാനുള്ള സമയമാണ്. അപ്പോൾ ഡിന്നർ നമ്മൾ AFC മേടിച്ചത്. അപ്പോൾ അത് കഴിക്കണമെങ്കിൽ ആക്ച്വലി നമ്മൾ അങ്ങനെ കഴിക്കാറില്ല. അപ്പം ഈ ഒരു ചാലഞ്ച് വീഡിയോ ചെയ്യാന്നുള്ളത് കൊണ്ടാണ് ചോദിച്ചത്. ചോറ് തന്ന പ്രത്യേകിച്ച് രസം ഉണ്ടാവില്ലാണ്. ശരിയാണ്, AFC മേടിച്ചിട്ടുണ്ട്. അപ്പം ബോട്ടിൽ ഫ്ലിപ്പ് ചെയ്താൽ മാത്രമേ ഫുഡ് കഴിക്കാൻ പറ്റൂ എന്നാണ് പറയുന്നത്. അതാണ് ചാലഞ്ച്. യെസ്, ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന്. ആക്ച്വലി ഞാൻ ചെയ്ത് നോക്കിയിട്ട് കുറേ കാലം മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കുറേ ബോട്ടിൽ ഫ്ലിപ്പ് എനിക്കൊന്ന് ബർഗർ അയച്ചിരുന്നു. ഡബിൾ സിംഗർ ബർഗർ അങ്ങനെ ഉച്ചക്കാണ് ചെയ്തത്. നമ്മൾ രാത്രിയായി ഡിന്നർ ടൈമാണ്, അത് നമ്മൾ ലഞ്ച് ടൈമിലാണ് ചെയ്തത്. ഇതേപോലെ ഫുഡ് വരുന്ന ടൈമിൽ നമ്മൾ ചെയ്യും. വെറുതെ ഇങ്ങനെ അല്ലാതെ ഇട നേരത്തെ നമ്മൾ ചെയ്ത് വെറുതെ കഴിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് ആക്ച്വലി AFC. നമ്മൾ ആക്ച്വലി കേരളത്തിലെ AFC ഫ്രൈഡ് ചിക്കൻ മേടിച്ചത്. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിലെ ചെറിയ സ്ഥലങ്ങളും. ഓക്കെ, 2 ബോട്ടിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. ഏത് വേണമെങ്കിൽ എടുക്കാം. പിന്നെ ഇതിനകത്ത് കളർ കളയൊന്നും പാടില്ല, പ്രത്യേകിച്ച് നിന്നോട്. ഓക്കെ, പിന്നെ ഫുഡിന്റെ മുകളിൽ ഇറങ്ങുക. ഇങ്ങനെ എന്നോട് കൂടി. ഞാൻ ആക്ച്വലി ഇപ്പോൾ വന്നതേയില്ല, അതിനൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഞാൻ തിന്ന് തീരുന്നവരെയാണ് ടൈമർ. എപ്പോൾ ഞാൻ തിന്ന് തീരുന്നത് അപ്പോൾ ടൈമർ ഫിനിഷ് ആകും. നമുക്ക് കുറച്ച് നോക്കാം, നിർത്താം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആരാ സ്റ്റാർട്ട് ചെയ്യാൻ ഫസ്റ്റ്? ഓക്കെ, പണ്ടത്തെ കളി. ഞാൻ ഇതൊരു കയ്യിലെടുക്കും. ഇന്ന് എനിക്ക് കിട്ടിയില്ലെങ്കിൽ നീ സ്റ്റാർട്ട് ചെയ്യും. ഞാൻ കണ്ടു എന്തായിരുന്നു. ഇവർക്ക് വേണ്ട, അതുകൊണ്ട് എനക്ക് വേണം. പൊട്ടിച്ചിട്ട് സൈഡിലാണ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ,
ഞാൻ ഇൻട്രസ്റ്റ് യോഗല്ല പണി തിരിച്ചങ്ങോട്ട് പോയി പോകുന്നു. ഇത് വീഴുന്നില്ല. തിരിച്ചങ്ങോട്ട് ഇത് നമുക്കിന്ന് പോണ്ടേ? Chicken leg piece, chicken leg piece, chicken leg piece, chicken leg piece. എങ്ങനെ ചിക്കൻ കഴിക്കാമെന്ന് ഞാൻ പഠിപ്പിച്ചത്. ടൊമാറ്റോ വെച്ചിട്ടാക്കിയിട്ട് എന്നിട്ട് പെട്ടെന്ന് നല്ല കേക്ക്. ഞാൻ ഒരു കടി വരെ എടുത്തിരിക്കും. അതിന്റെ കഥ. അങ്ങനെ ഞാൻ തുടങ്ങിയ ചിക്കൻ ലെഗ് പീസ് ഞാൻ എന്നെ ഫിനിഷ് ചെയ്തു. അത് മാറ്റി വെച്ചാൽ തമാശയാക്കാണ്. ഒരു കടി കഴിച്ചത് സംഭവം മെല്ലെ ആവേശം പ്രാധാന്യം തിരിച്ചു വീഴാണ്. മെല്ലെ ഈ വെള്ളം അധികം പോകണം. ഇനി രണ്ടു മാറ്റി അടുത്ത വേറെ ഏതെങ്കിലും ഫിനിഷ് ചെയ്യാം. ഇനി മാവ് കാണിച്ചത് എന്തായിരിക്കണം ഞാൻ കണ്ടില്ലായിരുന്നു. ഇപ്പൊ എന്താ ഉണ്ടായേ? ഓ കടി പന്ത്രണ്ട് പോയതാ. ലെറ്റ് ഔട്ട് ഓഫ് ഫിനിഷ് ചെയ്യാൻ പറ്റില്ല.
ആക്രാന്തം കാണിക്കാതെ ഇത് ആരും എടുത്തോണ്ട് പോകുന്നില്ല. ഒന്ന് പതുക്കെ തിന്നു. നമുക്കൊരു കാരണം അപ്പൊ ഞാൻ ഇട്ടത് പ്രശ്നം ഞാൻ ഉള്ളായ്പ എടുക്കുന്നത് കറക്റ്റ് ഇപ്പൊ മനസ്സിലായി നമ്മളെ ഉള്ളായ്പ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ആരാണ് എന്നാ കൈയെടുക്കും ഞാൻ കഴിച്ചത് കൊണ്ടെടുക്കും നിന്റെ അടിഭാഗം ശരിയില്ല. നീ ഇട്ടിട്ട് ഇതിട്ടാകും ഞാൻ എടുക്കാൻ നിങ്ങൾ 5 പ്രാവശ്യം കൂടെ ചാൻസ് ഉണ്ടോ അതോടെ പറയാ 5 പ്രാവശ്യം ഇങ്ങനെ ആക്രാന്തം കാട്ടാതെ മകളെ മെല്ലത്തിന്റെ മകളെ ഞാൻ 5 പ്രാവശ്യം അതോടെ കളിക്കും കളി ഏറ്റവും കൂടുതൽ കഴിച്ചത് ഞാനായതുകൊണ്ട് ഞാൻ വിചാരിച്ചു അപ്പൊ അല്ലേ ഇതിനെക്കുറിച്ച് എന്താ പറയല്ലേ ലാസ്റ്റ് കുറച്ച് കഴിക്കാൻ അവസരം കിട്ടി അപ്പൊ ഇന്നത്തെ കളി ഞാൻ ജയിച്ചിരിക്കുന്നതായി പ്രഖ്യാപിച്ചിരിക്കുന്നു. താങ്ക് യു. അപ്പൊ കഴിക്കുന്നു ഉള്ളിലിരിക്കുന്ന ആ സാധനമില്ലേ അത് വിടൂല. അപ്പൊ വീട്ടിലേക്ക് വരാം. ഒന്നും കഴിയില്ല. അവസാനം നീ കഴിച്ച് അപ്പൊ ഓക്കെ കുറെ കാലം ശേഷം ഞാൻ വീണ്ടും വിജയിച്ചിരിക്കുക അവസരത്തിലെ തിന്നാനല്ലേ അറിയാം അതുകൊണ്ട് ജയിക്കണമെന്നില്ല. ഓക്കെ തീർക്കും സംസാരിക്കും വായ തുറക്കുക. എൻ്റെ ജയത്തെ കുറിച്ച് എന്താ പറയേണ്ടത് അവർക്ക്? 2 വാക്ക്. 2. ഓക്കെ അങ്ങനെ കുറേ കാലത്തിന് ശേഷം ഞാൻ വീണ്ടും കുറേ കാലത്തിൻ്റെ ചലഞ്ചിന് ജയിച്ചിരിക്കുന്നു. ഓക്കെ വീണ്ടും നമ്മൾ ഇതുപോലത്തെ കുറേ ചാലഞ്ചസ് വീണ്ടും വരുന്നതായിരിക്കും അല്ലേ? ഓക്കെ വേറെ 2-3 വീഡിയോ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. എനിക്ക് കമന്റ് ഇടുമ്പോഴേ എനിക്ക് ജയിക്കാൻ പാടില്ല എന്തെങ്കിലും ഗെയിം ഉണ്ടെങ്കിൽ കണ്ടിട്ട് ഇതിന്റെ ഒരു കഴിവ് എന്ന് പറയുമോ? എനിക്ക് ജയിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ചാലഞ്ച് കമന്റ് ചെയ്യണം. നോണ പറയൽ ചാലഞ്ച്
റിയാക്ഷൻ ഇല്ലാതിരിക്കുന്ന ചലഞ്ച്. നമ്മിപ്പോൾ എന്താ പറഞ്ഞാൽ അതിന് റിയാക്ഷൻ ഇടുമല്ലോ, അപ്പൊ അതിന് പകരം വേറെ എന്തെങ്കിലും റിയാക്ഷൻ ഇടുന്നോ ഇല്ല റിയാക്ഷൻ ഇടാതിരിക്കുന്നോ അങ്ങനത്തെ ചലഞ്ച് ചിലപ്പോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ജയിക്കുമായിരിക്കും. അപ്പൊ നീ ജയിക്കും. ആ ചെയ്യാം. ഓക്കെ ഓക്കെ അപ്പൊ ഇന്നത്തെ തീരുമാനമല്ല. ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് എല്ലാവർക്കും ഇതിലും തോറ്റു. അപ്പൊ ഞാൻ ജയിച്ചു കൊടുക്കാൻ എന്താ ചെയ്യാ.